കഴിഞ്ഞ 4 കൊല്ലത്തെ ഇടയിൽ ഇടുക്കിക്ക് വേണ്ടി വിവിധ പാക്കേജുകളിലായി ബജറ്റിൽ പ്രഖ്യാപിച്ചത് 18,000 കോടി രൂപയാണ്. പക്ഷേ ചെലവാക്കിയത് വെറും 20 കോടി രൂപയിൽ താഴെ. ഇത്തവണയും ബജറ്റിൽ പാക്കേജുകൾ പ്രഖ്യാപിച്ച് പറ്റിക്കരുത് എന്നാണ് ഇടുക്കിക്കാർ പറയുന്നത്. 2019 തോമസ് ഐസക്കിന്റെ വക 5,000 കോടി, 2020 വീണ്ടും ഐസക്കിന്റെ 1,000 കോടി, 2021 മുഖ്യമന്ത്രിയുടെ 12,000 കോടി, ഏറ്റവും ഒടുവിൽ KN ബാലഗോപാലിന്റെ വക ഇടുക്കിക്ക് ലഭിച്ചത് 75 കോടിയുടെ പാക്കേജ്. പക്ഷേ ഈ പാക്കേജുകളൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇടുക്കിക്കാർക്ക് വലിയ ധാരണയൊന്നുമില്ല. ഈ മഹേഷ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കിയ ശേഷം ചെരുപ്പിടാനാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടുപോയാനെന്നാണ് ഇടുക്കിക്കാർ ഒന്നാകെ പറയുന്നത്. പാക്കേജുകൾ വാരിക്കോരി പ്രഖ്യാപിച്ചെങ്കിലും പ്രളയ പുനർനിർമ്മാണം പോലും എങ്ങും എത്തിയില്ല. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം എപ്പോൾ ലഭിക്കുമെന്ന് അറിയില്ല. കൃഷി നശിച്ച കർഷകരും കാത്തിരിക്കുകയാണ്. കാര്യമായ പ്രതീക്ഷകളൊന്നുമില്ലെങ്കിലും ഇത്തവണ ടൂറിസം, കാർഷിക മേഖലയ്ക്ക് കരുത്താകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകണമെന്നാണ് ഇടുക്കിക്കാരുടെ ആവശ്യം. ഈ ബജറ്റിൽ വലിയ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെ കർഷകർക്ക് സഹായകരമായ നിലപാട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നാണ്യവിളകൾക്ക് വിളത്തകർച്ച, വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടുള്ള കൃഷിനാശം, ജീവഹാനി, ഇത്തരം കാര്യങ്ങളിലൊക്കെ അടിയന്തരമായ സഹായം ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മെഡിക്കൽ കോളേജ് നവീകരണം, ജലവൈദ്യുതി പദ്ധതികൾ, ഡാം ടൂറിസം, എയർ സ്ട്രിപ്പ് എന്നിവ വീണ്ടും KN ബാലഗോപാലിന്റെ ബജറ്റിൽ കയറിയിറങ്ങാൻ സാധ്യതയുണ്ട്. ഹൈറേഞ്ച് മേഖലയിലെ റോഡുകളും പൂർത്തിയായ നെടുങ്കണ്ടം സ്റ്റേഡിയവും നേട്ടമായി സർക്കാരിന് ഉയർത്തിക്കാട്ടാം. കോടികളുടെ കണക്ക് പറഞ്ഞ് വീർപ്പ് മുട്ടിക്കാതെ നടപ്പാക്കാൻ പറ്റുന്ന 10 രൂപയുടെയെങ്കിൽ 10 രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് ഇടുക്കിയുടെ ഒന്നാകെയുള്ള ആവശ്യം. വിഷ്ണു സുരേഷ്, 24.